കുഞ്ഞു കൂട്ടുകാർ ഓണമൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് അടിച്ചു പൊളിക്കാൻ ഇറങ്ങി കേട്ടോ. തൊട്ടടുത്തുള്ള ഒരു ബോട്ടിൽ കയറി നമ്മ അക്കരെ ചെന്നു. ബസ് കിട്ടാൻ ഞാൻ കുറച്ച് നടന്നു. പിന്നെ നമ്മ ഒരു ഓട്ടോയിൽ കയറി. പിന്നെ കഷ്ടിച്ചൊരു ബസ് കിട്ടി. അങ്ങനെ നമ്മ മട്ടാഞ്ചേരി ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കണേ കേട്ടോ. പിന്നെ അവിടെ നമ്മ നടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. ഓഹ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം ക്രിയേറ്റിവിറ്റിയാണ് അവിടെ നമ്മ കണ്ടത്. അതായത് സാധാരണക്കാരനൊന്നും ചിന്തിക്കാനേ പറ്റില്ല. പിന്നെ നമ്മ ജൂത് ടൗണിൽ കയറി. അപ്പോഴാണ് ഒരു പെർഫ്യൂം കട കണ്ടത്. വളരെ അടിപൊളിയാണ്. അപ്പൊ കൊച്ചിൻ സൈനാഗോഗയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മ 10 രൂപയെ എൻട്രി ഫീസും കൊടുത്ത് അതിന്റെ ഉള്ളിൽ കയറി. അപ്പൊ അതിന്റെ ഉള്ളിൽ പണ്ടത്തെ കാലത്തെ പടം വരെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ. നമ്മുടെ പൂർവികരൊക്കെ ജനിക്കണതിന്റെ മുമ്പ് തൊട്ടേ ഉള്ള പടങ്ങളാണ് അവിടെ ഒരുക്കിയത്. അതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായ ഒരാൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മ അതിന്റെ പുറത്തിറങ്ങി ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ നടന്നു കണ്ടു. അപ്പോഴാണ് ഗണപതിയുടെ ഒരു ചെറിയ പരിപാടി അവിടെ നടക്കണുണ്ടായിരുന്നു. അപ്പൊ അതും കുറച്ചു നേരം നടന്നു കണ്ട് നമ്മ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി ഒരു ഫ്രൂട്ടി മേടിച്ച് കുടിച്ചു. വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പൊ നമ്മൊരു പള്ളി ഇങ്ങനെ കണ്ട്. അപ്പൊ ജസ്റ്റ് അവിടെയും തൊഴുതിട്ട് പോകാന്ന് കരുതി അതിന്റെ അകത്ത് കയറി. അവിടെയും എന്താ പറയാ, നമ്മുടെ മൈൻഡ് ക്യാപ്ചർ ചെയ്യുന്ന വിധത്തിലാണ് അവർ ഒരുക്കി വെച്ചേക്കണം. അപ്പോഴാണ് കുന്നിൻ കുരിശ് എന്ന വേറൊരു പള്ളി കണ്ട. അപ്പൊ അവിടെയും നമ്മ കയറി. അതിന്റെ അകത്തും കയറി 2-3 ഫോട്ടോഷൂട്ട്സ് എടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മ അവസാനം ഹാപ്പി ആയി തിരിച്ചു മടങ്ങി ഒരു ഹോട്ടലിൽ കയറി ബർഗറും കഴിച്ച് അങ്ങനെ സന്തോഷത്തോടെ പിരിഞ്ഞു. ബൈ.